ഞാൻ ഇന്നൊരു യൂസ്ഫുൾ ടിപ്സ് പറയാൻ വന്നതാണ്. അതായത് നമ്മുടെ ഫോൺ ഹാങ് ആവാനുള്ള കാരണം ഈ അനാവശ്യമായിട്ട് ഡാറ്റ സ്റ്റോറായി പോകുന്നത് കൊണ്ടാണ്. അതായത് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോഴും പല സൈറ്റുകളിൽ നോക്കുമ്പോഴൊക്കെ അതിനകത്ത് കുക്കീസും കാര്യങ്ങളൊക്കെ സ്റ്റോറാവും. അങ്ങനെ ടെമ്പററി ഫയൽസൊക്കെ ഒത്തിരി ഇൻറ്റർണൽ സ്റ്റോറേജിൽ യൂസായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് കുറയും. അങ്ങനെ കുറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഫോൺ സ്ലോ ആവും, ഹാങ് ആവും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. ഫസ്റ്റ് തന്നെ നമ്മൾ സെറ്റിങ്സിൽ സെറ്റിങ്സിലല്ല, നമ്മുടെ ഗൂഗിൾ ക്രോം കണ്ടു. അതെ, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിവിടെ 3 ഡോട്ട്സ് വരും റൈറ്റ് സൈഡിലായിട്ട് കോർണറിൽ. അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സെറ്റിങ്സിലേക്ക് പോവുക. നേരെ സെറ്റിങ്സിൽ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ സംഭവം കിടക്കും. സൈറ്റ് സെറ്റിംഗ്, അതായത് ആക്സസിബിലിറ്റിയുടെ തൊട്ടടിയിലായിട്ട് സൈറ്റ് സെറ്റിംഗ്. അത് നേരെ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഡാറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് കിടക്കും. ലാസ്റ്റ് ഇതിങ്ങനെ ഒരു ഐക്കൺ കിടക്കും, ഡാറ്റ സ്റ്റോർഡ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത സൈറ്റിൻ്റെയും കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ഇതിലിങ്ങനെ അൺവാണ്ടഡ് സ്പേസ് ആയിട്ട് കിടക്കുകയാണ്. അതായത് 6.2 KB 5 KB ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി ഡാറ്റ ഇങ്ങനെ ഇൻ്റർണൽ സ്റ്റോറേജ് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ഓൾ ഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്തതും അനാവശ്യമായിട്ട് സ്റ്റോറായി കിടക്കുന്ന അൺവാണ്ടഡ് ഫയൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി പോവുകയാണ്. അതുകൊണ്ട് നേരെ ഡിലീറ്റ് കൊടുക്കുമ്പോൾ അത് അത്രയും ഫയൽസ് ചിലപ്പോൾ ഒരു 1 MB അല്ല, ചിലപ്പോൾ നമ്മൾ അധികം നാൾ ക്ലിയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 GB അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്ത് സ്പേസ് കിട്ടുകയാണ് ചെയ്യണത്. അതാണ് ഒരു മെത്തേഡ്. പിന്നെ വേറെ മെത്തേഡ് എന്ന് വെച്ചാൽ ഏറ്റവും സെറ്റിങ്സിൽ തന്നെ, ഗൂഗിളിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഏറ്റവും മുകളിൽ ഓൾ സൈറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിലും ഇതുപോലെ തന്നെ നമ്മൾ ബ്രൗസ് ചെയ്ത ഡേറ്റ കാര്യങ്ങൾ, അതിൻ്റെ കുക്കീസ്, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് ഇത്രയും ഫയൽസ് ഉണ്ട്. ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കിടക്കണേ. നമ്മൾ സ്ക്രോൾ ചെയ്ത് ലാസ്റ്റ് പോകുമ്പോൾ ഇത് എത്ര ഫയൽസ് ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓൾ ടൈം എന്ന് പറഞ്ഞ സംഭവം കണ്ടോ, ഈ കോർണറിൽ ഓൾ ടൈം ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ ലാസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ വേണോ അങ്ങനെയൊക്കെ ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അതൊന്നും നോക്കണ്ടല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ച് ചൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓൾ ടൈം കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് കണ്ടോ ഡിലീറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ സംഭവം കണ്ടോ, ഡിലീറ്റ് ഡാറ്റ, അതങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജാണ് നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടണത്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചേക്ക്. ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് ഇടയ്ക്ക് ഒരു വീക്കിലിയോ അല്ലെങ്കിൽ 1 മന്തിൻ്റെ ഇടയിലോ ഒക്കെ ചെയ്യണത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് അത്രയും ഫ്രീ സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ഉപകാരമാണ് ചെയ്യണത്. അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോണിന് ഇഷ്യൂസ് വരും, ഹാങ് ആവും, ആപ്പ് എടുക്കുമ്പോൾ സ്ലോ ആവും, ബ്രൗസ് ചെയ്യുമ്പോഴൊക്കെ സ്ലോ ആവും, അങ്ങനെ വിഷയമൊക്കെ വരും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക. നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഫോണിന് ഹെൽത്തിന് ബെറ്ററാണ്. സ്റ്റോറേജിൻ്റെ കാര്യങ്ങളൊക്കെ സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോൺ കുറേ കാലങ്ങളോളം കുറച്ചാൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഹാങ് ആകുമ്പോൾ നമുക്ക് ഫോൺ മാറ്റണമെന്നൊക്കെ ഉള്ള ചിന്ത വരും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് നാളും കൂടി നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഫ്രീ ഫ്ലോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു.